ഒരു രക്ഷയില്ല. ഹോട്ടലുകളൊക്കെ പൂട്ടി. ഇന്നും ഞാൻ നമ്മൾ തിരൂർ ടൗണിൽ പോയിട്ട് വരുമ്പോൾ നോക്കിയപ്പോൾ നമ്മൾ അറിയുന്ന ഹോട്ടലുള്ളത്, തിരൂർക്കാർക്കൊക്കെ അറിയുന്ന ഒരുപാട് ഒരുപാട് ഹോട്ടലുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ പൂട്ടി തുടങ്ങിയിട്ടുണ്ട്. ഗ്യാസ് ഇല്ല. കാരണം ഇപ്പോഴത്തെ ചില ഹോട്ടലുകളൊക്കെ വിറക്, പിന്നെ അതുപോലെ റോക്കറ്റ് അടുപ്പൊക്കെ വെച്ചിട്ട് ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ടൗണിലൊക്കെയുള്ള ചില ബിൽഡിങ്ങിലൊന്നും അതിനുള്ളൊരു സൗകര്യം ഉണ്ടാവില്ല. ചില കിച്ചണൊക്കെ അങ്ങനത്തെ ഒരു കിച്ചണാവും. കാരണം ഇങ്ങനത്തെ അടുപ്പ് കാര്യങ്ങൾ, വിറകൊക്കെ വെക്കാനുള്ള സൗകര്യം ഇല്ലാത്ത അടുപ്പുകൾ ഒരുപാടുള്ള ഹോട്ടലുകളുണ്ട്. അപ്പോൾ അവരൊക്കെ അവസ്ഥയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് മുതലാളിമാരോടാണ്. ഇതിൽ കുറേ ആളുകൾ എന്താ പറയുക, ഈ നോമ്പിന് ഓൾറെഡി ഒരു മാസം ലീവായിട്ട് ഇരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അത് കൂടാതെ വീണ്ടും ലീവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ വാടകയും കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. കടുംപിടുത്തം പിടിക്കാതെ കൊടുക്കുക. റമദാൻ മാസത്തിനെ ആലോചിച്ചിട്ട് പുണ്യം കിട്ടുന്ന ഒരു പ്രവൃത്തി കൂടിയാണെന്ന് വിചാരിച്ചിട്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ കൊടുക്കുക. വലിയ വലിയ സ്ഥാപനങ്ങളൊന്നുമല്ല, ചെറിയ ചെറിയ കച്ചവടങ്ങൾ നടത്തുന്ന ഒരുപാട് ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അത് ഒരു ബുദ്ധിമുട്ടാണ്. ഓൾറെഡി ഒരു മാസം ലീവാണ്. അതിൻ്റെ പുറമെ പെരുന്നാൾ കഴിഞ്ഞിട്ട് തുറക്കാൻ പറ്റാത്തൊരവസ്ഥയും കൂടി വരുമ്പം